വെൽക്കം ടു ഡബിൾ എസ്. നമ്മളിപ്പോൾ റേഞ്ചുകുന്നുവിൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ഈവന്റ് നടക്കുന്നുണ്ട്. എന്താ ട്രോപ്പിക്കൽ പ്ലാറ്റർ കുക്കിംഗ് നോൺ ഫ്ലെയിം കുക്കിംഗ് കോമ്പറ്റീഷൻ ആണ് കേട്ടോ. അപ്പം അവിടെ അത് നടക്കുന്നുണ്ട്. നമ്മൾ 11:30ക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. പാരൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാരൻസും വിത്ത് അവരെയും കൂട്ടും, അങ്ങനെയല്ലേ, പാരൻസും അവരുടെ കുട്ടികളും കൂടെ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു കുക്കിംഗ് കോമ്പറ്റീഷനാണ്. നോൺ ഫ്ലെയിം കുക്കിംഗ് കോമ്പറ്റീഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് രാവിലെ അവനവിടെ കൊണ്ടുവിട്ടു. ഇപ്പോഴേ അങ്ങോട്ട് പോവുകയാണ്. 11:30 ആയി ഓൾറെഡി. നമ്മൾ പിന്നെ എങ്ങനെയാണല്ലോ എപ്പോഴും കറക്റ്റ് സമയം നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ കുറച്ചൊരു 5 മിനിറ്റ് ലേറ്റ് ആണ്. റിപ്പോർട്ടിംഗ് ടൈം 11:30 ആണ്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഫ്രൂട്ട് സാലഡ് നമുക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ചെന്നിട്ട് ഒപ്പിക്കാം. ഫ്രൂട്ട് സാലഡ് ആണ് ഉണ്ടാക്കുന്നത്. അത് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിതേ അവിടെ എത്തി. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. ചെസ് നമ്പറൊക്കെ കിട്ടി. നമുക്ക് 103 ആണ് കേട്ടോ ചെസ് നമ്പർ കിട്ടിയത്. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് എത്തി സാധനങ്ങളൊക്കെ എടുത്ത് വന്നു. അപ്പം അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെയായിരുന്നു കുറച്ച് ലേറ്റ്. പക്ഷേ എന്ന് വെച്ച് രജിസ്ട്രേഷനും അല്ലാണ്ട് ലേറ്റ് ഒന്നും ആയില്ല കേട്ടോ. അപ്പോൾ പിള്ളേരെയൊന്നും ജുനൂനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അത് കഴിഞ്ഞ് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് മിസ്സ് കൊണ്ടുവരികയാണ് ചെയ്തത്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. 12 o'clock ഒക്കെ ആയി കൊണ്ടുവന്നപ്പോൾ. പ്രോഗ്രാം തുടങ്ങിയപ്പം അത് നമ്മളവിടെ കുക്ക് ചെയ്തു. സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഈ സാലഡ്, ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കി. അന്നേരം ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ 2 പേരും നല്ല പണിയിലായിരുന്നു. സമയത്തിന് ഉള്ളിൽ തീരണമല്ലോ. അരമണിക്കൂറാണ് നമുക്കുള്ളൂ സമയം. ഞാൻ 2 ഫ്ലേവറിലാണ് ഉണ്ടാക്കിയത് ഫ്രൂട്ട് സാലഡ്. ഒന്ന് ഹണി ജിഞ്ചർ ഫ്ലേവർ മിക്സ് ചെയ്തിട്ടുള്ളതും മറ്റേത് ക്രീമും മിൽക്ക് മെയ്ഡും മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലേവറാണ്. അത് ഒരെണ്ണം മതിയായിരുന്നു. പക്ഷേ ഞാനിനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ജൂനൊക്കെ അടിപൊളിയായിട്ട് ജിഞ്ചർ ഹണി ഫ്ലേവർ എടുത്ത് കഴിക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവനത് ഭയങ്കര ഇഷ്ടമായി. ആ ഫ്ലേവർ തന്നെയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളധികം കഴിക്കാത്ത ഒരു ടേസ്റ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ഫ്രൂട്ട് സാലഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെനിക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഹണിയും ജിഞ്ചർ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ലെമണിൻ്റെ തുണ്ടുണ്ടല്ലോ, ആ തുണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടാം. ലെമണിൻ്റെയും ലൈമിൻ്റെ ഒക്കെ ഗ്രേറ്റ് ചെയ്തിടാം. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റിവിറ്റിക്ക് ഓൾസോ പോയിന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഫ്രണ്ടിൽ നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രസൻറ്റേഷന്, ക്രിയേറ്റിവിറ്റിക്ക്, ഫ്ലേവറിന് ഒക്കെ ആയിരുന്നു പോയിന്റ്സ് ഉണ്ടായിരുന്നത്. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് അവരുടെ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞു. വലിയ ജഡ്ജസാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ക്രൗൺ പ്ലാസയിൽ നിന്നും പിന്നെ വേറെ എനിക്ക് ഓർമ്മ വരുന്നില്ല, വേറെ വലിയ ഷെഫുമാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവരവിടെ ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ട് നടന്ന് അവർ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്കാണ് അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. ഞാനത് ലാസ്റ്റ് പറയുന്നുണ്ട്. ഇത് കിട്ടുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന ആരുമില്ല. ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് പ്രസൻറ്റേഷൻ വാങ്ങിക്കുകയാണല്ലോ ഉണ്ടായത്. അപ്പം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി തിരിച്ച് വന്നു. ജുഗ്നുവിന് PT മീറ്റിംഗ് ഓൾസോ ഒന്ന് തന്നെയായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് മിസ്സിനെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ട് നമ്മൾ പാക്കറ്റ് പൊളിച്ച് നോക്കുകയായിരുന്നു. കാറിൽ വെച്ച് ഇങ്ങനെ കവറ് തുറന്നു. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജുഗ്നുവിൻ്റെ ആവേശം, ജുഗ്നുവിനായിരുന്നു ഭയങ്കരമായിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാറിൽ വെച്ചേ തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊളിച്ചു. നമ്മുടെ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിക്കുന്ന ഇതുപോലത്തെ സ്റ്റാൻഡും കപ്പും കൂടെ ആയിരുന്നു. നല്ല അടിപൊളി. ഞാൻ ഒരിക്കൽ ഹോം സെൻറ്ററിൽ പോയപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം നമ്മളതിൽ ഓൾറെഡി ഒരു കപ്പിൻ്റെ സെറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ റെൻറ്റഡ് ഹൗസിലേക്ക് വരുമ്പോൾ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴെങ്കിലും എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അടിപൊളിയായിരുന്നു. ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ. നമുക്ക് ഫസ്റ്റ് കിട്ടി എന്നുള്ളത് ഭയങ്കര സർപ്രൈസായിരുന്നു. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജൂനുവിന് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അതായത് ജൂനുവിന് ഓരോ കാര്യത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിടുമ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അവനൊരു സന്തോഷത്തിന് വേണ്ടി പോയതാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് അടിച്ചു. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. നമ്മൾ നാട്ടിലേക്ക് പോണ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം നാട്ടിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ നമ്മളൊരു കോമ്പറ്റീഷന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് നമുക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ പ്രൈസും കാര്യങ്ങളൊക്കെ
കാണിച്ചു തന്നിട്ടല്ലേ ഇടുക? കാണിച്ചു തന്നിട്ടായിരുന്നല്ലോ, ഞാൻ ഡയറക്റ്റ് പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഒക്കെ കിട്ടിയത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ, കുക്കിംഗ് കോമ്പറ്റീഷൻ തന്നെ ഫസ്റ്റ് ടൈമാണ്. ഇതിപ്പം നമ്മൾ ആദ്യമായിട്ട് ചുഗുണുവിൻ്റെ സ്കൂളിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവനൊരു സന്തോഷം. ഏതിക്കൂടെ ജുഗുനുവിനൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി പോയത്. അല്ലാതെ ഫസ്റ്റ് കിട്ടണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഫസ്റ്റ് കിട്ടി. ഞങ്ങൾ ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കിയത്. എന്തായിരുന്നു, ട്രോപ്പിക്കൽ പ്ലാറ്റർ ഫ്രൂട്ട് സാലഡായിരുന്നു ഉണ്ടാക്കിയത്. അപ്പം അടിപൊളിയായിരുന്നു, പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഒരു 10-26 പേരോ ഒക്കെ ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി, എന്താ പറയുക, കുറേ പേര് പരിചയപ്പെട്ടു. അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. നമ്മൾ ഈവനിങ് നാട്ടിലേക്ക് പോവാണ്. ഞങ്ങളത് എല്ലാവരും കൂടി ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫസ്റ്റ് അവർ കോമ്പറ്റീഷൻ അറ്റ് ജുഗ്നൂസ് സ്കൂളായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് അതൊക്കെ തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെ ടാറ്റാ.